അനുഗ്രഹദിനമായി അണയുന്നു നാഥ, അൾത്താര മുന്നിൽ നിൻ മക്കളായി ഞങ്ങൾ. ദിവ്യകാരുണ്യമേ പെയ്തിറങ്ങണമേ, അനുഗ്രഹ പൊന്മഴയായി ഈ ജീവിതവീഥിയിൽ, ഈ ജീവിതവീഥിയിൽ. പഴയൊരു മനുഷ്യനെ മാറ്റി എന്നിൽ പുതിയൊരു ജീവനെ നൽകണമേ. കഴുകണേ എന്നെ നിൻ ചോരയാൽ, മാറ്റണേ എന്നെ നിൻ ആത്മാവാൽ. പരിശുദ്ധ പരമദ്വീപികാരുണ്യത്തിനും എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ. സ്നേഹസ്വരൂപനായ ഈശോയെ, അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി മുറിവേറ്റ ഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ തിരുഹൃദയ തിരുനാളിൽ ഞങ്ങൾ നടത്തുന്ന ഈ ആരാധന ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ ഹൃദയം പോലെ ആക്കി മാറ്റുവാൻ തക്ക വിധത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. യോഹന്നാന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈശോയുടെ ഹൃദയം ശാന്തതയുടെയും വിനയത്തിൻ്റെയും ഉറവിടമാണ്. നമ്മുടെ പഴയ ജീവിതത്തിലെ ദേഷ്യം, പക, അഹങ്കാരം എന്നിവ ഇതിൻ്റെ ഹൃദയത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. അവിടുത്തെ പോലെ സ്നേഹമുള്ള ഒരു പുതിയ ഹൃദയം നമുക്ക് നൽകാൻ ഈശോയോട് യാചിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം അനുഭവിച്ചു കൂട്ടിയ വേദനകളും സങ്കടങ്ങളും അതിൻ്റെ ആഴവുമൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം. ജീവനതുല്യം കരുതിയവർ കാര്യം കിട്ടിക്കഴിയുമ്പോൾ തേച്ചരച്ച് കടന്നു പോകുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നാളിതുവരെ ജീവിതത്തിൽ സ്വന്തമെന്നു കരുതിയവരെല്ലാം ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉപേക്ഷിച്ചു പോയത് നമുക്കറിയാൻ സാധിക്കും. ഈശോയുടെ ജീവിതത്തിലും അത് നമ്മൾ കാണുന്നുണ്ട്. താൻ കൂടെ നടത്തിയവർ തൻ്റെ പീഡാനുഭവവേളകളിൽ ഈശോയെ ഉപേക്ഷിച്ച് പോകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സാധാരണ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ നിന്നും മറ്റുള്ളവർ വഴിമാറി നടക്കുന്നതിൽ നമ്മൾ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഒരേ ഒരു കാര്യം മാത്രമേ നീ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ: നീ ദൈവത്തിൻ്റെ വഴിയിൽ നിന്നും വഴിമാറി നടക്കുന്നുണ്ടോ എന്ന്. പ്രിയ സഹോദരങ്ങൾ, ഈ ആരാധനയുടെ പുണ്യനിമിഷങ്ങളിൽ ഈശോയുടെ ഹൃദയ തിരുനാളിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. എനിക്ക് വേണ്ടി കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട, കൊന്നുത്താൽ കുത്തി തുറക്കപ്പെട്ട ആ ഹൃദയം എനിക്കായി വീണ്ടും ജ്വലിക്കുമ്പോൾ ആ സ്നേഹവലയത്തിൽ നിന്നും ഓടിയകലുവാൻ എനിക്കെങ്ങനെയാണ് സാധിക്കുക? എൻ്റെ ഈശോയെ, അങ്ങയുടെ സ്നേഹം എന്ന് പറഞ്ഞ ഹൃദയത്തെ ഞാൻ ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു. എൻ്റെ പഴയ സ്വഭാവങ്ങളെയും വീഴ്ചകളെയും ഞാൻ അങ്ങേ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ
കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ ഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആനന്ദമായ സ്നേഹത്തിൻ്റെ വസതിയായ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്ഷമയുടെയും ദയയുടെയും ഉറവിടമായ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ ഹൃദയത്തിന് ഒത്തതാക്കണമേ. ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയുടെ അതിസ്നേഹം നിറഞ്ഞ തിരുഹൃദയമേ, ഈ ആരാധനയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ തിരുനാൾ ഒരുക്കത്തിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളിലും ജീവിതത്തിലും അങ്ങയുടെ സ്നേഹത്തിൻ്റെ വെളിച്ചം നിറയ്ക്കണമേ. അങ്ങയുടെ തിരുഹൃദയത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയം നമുക്കെപ്പോഴും സാന്നിധ്യമായി എപ്പോഴും തുറക്കപ്പെട്ട് നമുക്കായി കാത്തിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ തിരുഹൃദയ പ്രതിഷ്ഠ നടത്തിക്കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ തിരുഹൃദയത്തിന് ഏറ്റവും മനോഹരമായൊരു സ്ഥാനം നൽകിക്കൊണ്ടും ഈശോയുടെ തിരുഹൃദയത്തിലോടുള്ള ഭക്തിയും വണക്കവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാം. മാറണം, എനിക്കു മാറണം, എൻ്റെ നാഥ നിന്റെ പോലെയാകണം. പഴയൊരു മനുഷ്യനെ